അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയാണ്. ഞാൻ പറയുന്നത് പുറമേ ഉള്ള ആളുകൾ, ഇതിൽ കളിക്കുന്ന ആളുകൾ എൻ്റെ വായ തുറപ്പിക്കാതെ നിൽക്കണതാണ് അവർക്ക് ഏറ്റവും നല്ലത്. ഈ ആദരവുകളിൽ നിന്ന് കിട്ടും. നേരത്തെ പറഞ്ഞു മുക്കത്ത് പോയപ്പോൾ ഒരു തുക തരാമെന്ന് പറഞ്ഞു, അത് വാങ്ങിയില്ല. ഇല്ല, അവർക്ക് വേണ്ടാത്തതിനോണ്ടാണ്. ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ മുതലെടുപ്പ് എന്ന് പറഞ്ഞ സാധനമില്ല. ചില തെറ്റിദ്ധാരണകളാണ്. വിഷവിത്തുക്കളുണ്ട്, മനസ്സിൻ്റെ ഉള്ളിൽ വിഷമാണ് എല്ലാ ചില ആളുകളത്. ഈ നന്മമരം എന്നുള്ള പ്രയോഗത്തെ ഇഷ്ടപ്പെടുന്നില്ല. ഇല്ല, തീരെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ടാഗ് ലൈൻ ആക്കിയിട്ട് ഇത് പോരുത്. മനാഫ് മാത്രം എന്നൊരു അവകാശവാദം എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. അവരെ കടമയാണ് അവർ ചെയ്ത്. എനിക്ക് ഒരു ദിവസം 500-ൽ കൂടുതൽ ഫോൺ വരുന്നുണ്ട്. ഞാൻ ആ ഫോണിൽ സത്യത്തിൽ സ്നേഹമുള്ള മനുഷ്യന്മാരാണ് പൂർണ്ണമായിട്ടുള്ളത്. കരയാണ് ആളുകൾ. ഒറ്റ ദിവസം കൊണ്ട് 2.5 ലക്ഷത്തിന് മുകളിലായി. പക്ഷെ വെറും 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ പേരിൽ അതെ പഴി കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത്, ഞാൻ വാങ്ങിയ അടിയും അവരെ അടിക്കാതെ നിൽക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നമാതിരി ശ്രമിച്ചിട്ടാണ് ഇതാവണത്. മലയാളികൾക്ക് വലിയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത മനാഫാണ് എന്നോടൊപ്പം ഉള്ളത്. മനാഫിന്റെ കുളങ്ങരപ്പീടിയിലെ വീട്ടിലാണ് ഞാനുള്ളത്. ഇവിടേക്ക് അർജുനൊക്കെ വരാറുണ്ടാവുമല്ലോ സമൂഹത്തിലെ. ഇത് ഇവിടെ എത്ര കാലമായി വീട്ടിൽ? ഇത് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള വീടാണ്. സ്വന്തമായിട്ട് വീട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. ഇപ്പം നമ്മൾ കൂട്ടുകുടുംബാണ്, ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു സ്വീകരണങ്ങൾ, പരിപാടികൾ, തിരക്കുകൾ, എങ്ങനെ ആളുകളുടെ ഒരു നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഭയങ്കരമായിട്ട് കേരളം മൊത്തം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്, നെഞ്ചിലേറ്റിയ വിഷയമാണിത്. ഒരു മലയാളിൻ്റെ വീട്ടിലെ വിഷയമായിട്ടാണ് ഈ വിഷയത്തെ മലയാളികൾ കണ്ടത്, ഏറ്റെടുത്തത്. അതായത് എവിടെ പോയാലും, ഇപ്പം ഞാനിപ്പോൾ ഒന്ന് എറണാകുളം പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പോണ വഴിക്ക് പട്ടാമ്പിയിൽ എത്തി ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് കാറൊന്ന് പുറത്തിറങ്ങിയതുള്ളൂ. ആളുകൾ എന്താ പറയുകയാണ്, ഭയങ്കരമായിട്ട് വൈകാരികമായിട്ടാണ് നമ്മളോട് ഓരോ നിങ്ങളെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ചാനലിൻ്റെ മുന്നിൽ എപ്പോഴും നമ്മൾ നോക്കിയും കൊണ്ടിരുന്നത് അർജുൻ്റെ കാര്യമായിരുന്നു. അർജുനെ കിട്ടിയോ എന്നുള്ളത് കേരളം മൊത്തം കാത്തുന്നൊരു വിഷയമാണ്, ഒരു ചരിത്രമായിരുന്നു. ഇപ്പം അത് ഉഷാറായി നല്ലൊരു രീതിയിൽ നമുക്ക് അർജുനെ കിട്ടി. ഈ വിഷയം നമുക്ക് ഇതിൻ്റെ ഒരു തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത് അവസാനിക്കുക എന്ന് പ്രതീക്ഷിച്ചിരുന്നു. വിവാദപരമായ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അവനെ വീട്ടിലെത്തിക്കും എന്നുള്ളത് അത് ഞാൻ നിശ്ചയിച്ച കാര്യമാണ്. അത് എത്ര കൊല്ലം കഴിഞ്ഞാൽ, എത്ര കാലം കഴിഞ്ഞാലും, എത്ര സാമ്പത്തിക നഷ്ടം വന്നാലും, സമയനഷ്ടം വന്നാലും ഒക്കെ അത് വിജയിപ്പിക്കും എന്നുള്ള കാര്യം നിശ്ചയിച്ച കാര്യമാണ്. ഈ അവസാനം മൂന്നാം ഘട്ട തെരച്ചിൽ അപ്രതീക്ഷിതമായിട്ടാണ് കിട്ടിയെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ അത് ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു ശരിക്കും. അതെ, അത് 2 രൂപത്തിലും പറയപ്പെടുന്നുണ്ട്. ഡർജറിൻ്റെ ഇതിൽ നിന്ന് കിട്ടിയെന്നും പറയുന്നുണ്ട്, സ്കൂബ ഡൈവേഴ്സിന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതിലെന്താണെന്നൊരു തീർച്ചയില്ല. സ്കൂബ ഡൈവേഴ്സ് വെള്ളത്തിനടിയിൽ പോകുമ്പോൾ ടോർച്ച് അടിച്ചപ്പം ആ സ്ട്രോങ് എന്ന് പറഞ്ഞ സിഗ്നൽ റിഫ്ലക്റ്റ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഞാൻ. എന്തായാലും ഏത് രൂപത്തിലായാലും അത് കിട്ടി. നമ്മളാ വിഷയം വലിയ തോതിൽ നമ്മൾ അർജുൻ മനാഫ് ബന്ധത്തെ മലയാളികളുടെ ഒരു സാഹോദര്യത്തിൻ്റെയും മതമൈത്രിയുടെയും ഒക്കെ ബന്ധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണോ മനാഫിൻ്റെ ജീവിത രീതി എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഈ ഒരു ഒരു ഗ്രാമമായുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മളിവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നതാണ്. നമ്മളെ നബിദിന റാലിയിൽ എല്ലാവരും പങ്കെടുക്കുന്നതാണ്. നമ്മൾ ആ ജീവിച്ച ചുറ്റുപാട് അങ്ങനെയാണ്. ഇവിടെ ഈ നാട്ടിൽ യാതൊരു തരത്തിലുള്ള വർഗീയ ഒരു വിഭജനം ഇല്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചതിനെക്കാട്ടും കൂടുതൽ എൻ്റെ സുഹൃത്തുക്കളായ ഹരി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഓരോ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിച്ച് നമ്മളങ്ങനെയാണ് ജീവിച്ചത്. നമ്മളൊരു ഐക്യം അതങ്ങനെയാണ്. അതിന് ഇപ്പം കുറച്ച് കാലമായിട്ട് എന്തോ ഒരു വിള്ളൽ വീണിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മളെ ഭാഗത്തുനിന്ന് ആ വിള്ളൽ യോജിപ്പിക്കുക എന്നുള്ള ചെറിയൊരു പ്രവൃത്തിയും കൂടി ഇതിലൂടെ നടക്കുന്നതിൽ
സന്തോഷമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ ആളുകൾ സ്വീകരണങ്ങളിലോ അല്ലെങ്കിൽ നമ്മളെ ആദരിക്കുമ്പോഴൊക്കെ ആളുകൾ പറയുന്നത് ഇത് തന്നെയായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അടുത്ത കാലത്തുണ്ടായ നല്ലൊരു മാതൃക. നമ്മൾ ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ ഞാൻ പോകുന്നതിലൂടെ ഞാൻ 2-3 ആദരവ് എനിക്ക് കിട്ടി. തീർച്ചയായിട്ടും നമ്മൾ അർജുൻ ഇവിടെ അർജുൻ്റെ ഒരു വിഷയത്തിലൂടെ നമ്മൾ മലയാളികളോട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അതായത് ഒരു മതമൈത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമില്ല. നമ്മളെ മൊത്തത്തിൽ മതപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജിച്ച് കലഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളതെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാനൊരു ആസ് എ മലയാളി എനിക്ക് എൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. എല്ലാവർക്കും ഉണ്ട് ആ ഉത്തരവാദിത്തം. ചിലവർ ചെയ്യും, ചിലവർ ചെയ്യാം. ഞാൻ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്രയൊക്കെ ഇവിടെ വിഷവിത്തുക്കളുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ വിഷമാണ് ചില ആളുകളത്. നമുക്ക് അത് കുറച്ച് ചെറിയൊരു അംശം ആളുകളാണ് ഉള്ളത്. നമുക്കത് സംസാരിച്ച് സ്നേഹത്തിലൂടെ തന്നെ അത് എന്താക്കാം. വരും തലമുറ ഇവിടെ ഇനിയും ജീവിക്കണം. എനിക്ക് എൻ്റെ മക്കളെ ഇവിടെ തന്നെ ജീവിക്കേണ്ടത്. ഈ ഒരു അന്തരീക്ഷം മാറേണ്ടതുണ്ട്. ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകണം. അവിടെ ഒന്നും ഇങ്ങനെയുള്ള ഒരു ഇതില്ല. ഒരു പേരിൻ്റെ മുകളിൽ ഇത്രത്തോളം അല്ലെങ്കിൽ ഒരു എന്താണ് മതത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന അങ്ങനത്തെ ചിത്രം പുറം രാജ്യങ്ങളിൽ എന്തായാലും പേരിൻ്റെ മുകളിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായതൊക്കെ നമുക്ക് എന്താണ് ഇപ്പം പേഴ്സണൽ കാര്യങ്ങളാണ്. അതായത് എൻ്റെ ചന്ദനക്കൊള്ള അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ വരുന്നത് ഈ രൂപത്തിലായിരുന്നു. അതൊന്ന് ഓരോക്കെ ആയിട്ട് നിയമ നടപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അയ്യോ, അക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പെരുത്ത അക്രമമല്ലേ ഉണ്ടായത് എനിക്ക്. അതൊന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഗീയ വിദ്വേഷമാണ് കാരണം. ഞാൻ തീർച്ചയായിട്ടും ഇനി മുന്നോട്ടേക്ക് ആ ഒരു വർഗീയ വിദ്വേഷം ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം. നമ്മളിപ്പോൾ ഈ പോളിയോ ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യില്ലേ, അതേമാതിരി വർഗീയ വിമുക്ത കേരളാക്കി മാറ്റണം. അത് ഞാൻ ഒരാളല്ല, നമ്മൾ ഈ സമൂഹം മൊത്തം വിചാരിക്കണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. തീർച്ചയായിട്ടും അതെന്താ പറഞ്ഞാൽ ഓരോ പൗരൻ്റെയും കടമ. നമുക്ക് ഏറ്റവും വലിയ ആപത്ത് അതാണ്. ഇപ്പം നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു ഒരു ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു ക്യാൻറ്റീൻ ഉണ്ടാവണം. അപ്പം അങ്ങനെയൊക്കെ നേരത്തെ മനസ്സിൽ അതെ. ഞാൻ യൂട്യൂബ് ചാനൽ, അത് ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പാടെ തന്നെ എൻ്റെ പഴയ ഒരു ആഗ്രഹമാണ്. കോഴിക്കോട് ഒരുപാട് ആൾ ഭക്ഷണം കിട്ടാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്താ പറഞ്ഞാൽ എപ്പോഴും ചില ആളുകൾ ചിലപ്പോൾ എന്താക്കും, ഈ പാളയം ഭാഗത്തൊക്കെ വല്ലപ്പോഴും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. ആ കിട്ടിയ ആൾ അന്ന് കഴിച്ചിട്ട് പിന്നെ വിചാരിക്കുക പിറ്റേത്തെ ദിവസം കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഈ നന്മയുള്ള ആൾ ചിലപ്പം എത്തിക്കണം. ആ ആളെ എത്തിയില്ലെങ്കിലും അവൻ പട്ടിണിയാവും. അപ്പോൾ അതിന് ബദൽ ഒരു പെർമനൻ്റ് ഒരു എവിടുന്നെങ്കിലും ആരെങ്കിലുമൊക്കെ ഒരു കുറച്ച് വാടകയ്ക്കോ അങ്ങനെ എന്തെങ്കിലും സ്ഥലമാക്കിയിട്ട് എന്താ പറഞ്ഞാൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ. വലിയ വിഭവമൊന്നും ഇല്ലെങ്കിലും ഈ ലോറിയിൽ പോകുന്ന ആളുകൾക്കും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. പല സ്ഥലത്തും ഭക്ഷണം കിട്ടാതെ അർജുൻ പോലും റോഡ് സൈഡിൽ. ഞാൻ ഒരുപാട് വിശപ്പ് സഹിച്ച ആളാണ്. ഞാൻ പല സ്ഥലത്തും ഇവിടെ തന്നെ ഇല്ലേനു ജീവിച്ചത്. ഫാദർ കർണാടകയിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ചെറുപ്പത്തിലേ ഞാൻ 2ാം ക്ലാസ് മുതൽ അവിടെ പഠിച്ചത്. അപ്പം ഞാൻ അവിടെ ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിന് എന്നെ നോക്കാൻ സമയം കിട്ടാറില്ല. അപ്പം ഞാൻ കൊല്ലങ്ങളോളം ജീവിച്ചത് എൻ്റെ ഫാദറിൻ്റെ ജോലിക്കാരെ കൂടാണ്, ഓരോ വീട്ടിലാണ്. ഓരൊക്കെ പാവപ്പെട്ട ആളുകളാണ്, കുടിലാണ് ജീവിച്ചിരിക്കണത്. ഞാൻ കൊല്ലൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് കാലം ജീവിക്കും, കൊല്ലപ്പണി അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ആ ഒരു ചുറ്റുപാട് അങ്ങനെയാണ്. അവർക്ക് മൊലാലിൻ്റെ മോൻക്കായിട്ട് പ്രത്യേക ഭക്ഷണമൊന്നും കൊടുക്കാനില്ല. അപ്പം ഞാൻ കഷ്ടപ്പാട് വിശപ്പും അറിഞ്ഞ് ജീവിച്ചതാണ്. അപ്പം അതുകൊണ്ട് വിശപ്പിൻ്റെ വില നമുക്ക് എന്താക്കണം അറിയണതിനുണ്ട്. അത് ആർക്കുണ്ടെങ്കിലും അത് തീർത്തു കൊടുക്കണം. ഇനി ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അല്ല, അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ എനിക്കതൊരു പുതുമ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യം, ഞാൻ ഒരു നന്മമരാവാൻ ആഗ്രഹിക്കില്ല. തുടർച്ച ഉണ്ടാവുമല്ലോ. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. എന്നെപ്പോലെ എന്താണെന്ന് കഴിഞ്ഞാൽ ഞാനൊരു നന്മമരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ദേഷ്യം വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആളാണ്, സ്നേഹം വരുമ്പോൾ സ്നേഹം. ഞാൻ പറയുന്നത് ഓരോ ഈ സമൂഹത്തിൽ കുറേ ആളുകൾക്ക് കുറേ കടമകൾ ചെയ്തു തീർക്കാണ്ട്, ആ കടമകൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ എന്താ പറഞ്ഞാൽ ചേരിത്തിരിവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ വിഷയത്തിലും ഒരു ചേരിത്തിരിവ് ഇവിടെ കാണുന്നുണ്ട്.
അപ്പം എന്താ പറഞ്ഞാൽ ആരും അത് അഡ്രസ്സ് ചെയ്യില്ല. പക്ഷെ അത് പോകെ പോകെ വലിയൊരു ദുരന്തത്തിലേക്ക് വന്ന് ഇതാവും. ആരും മോശക്കാരല്ല. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതിനും വേണ്ടി എന്താ കോപ്പ് കൂട്ടുകയാണ്. അപ്പം നമ്മളെന്താക്കണോ അതിന് ഒറ്റ മാർഗമുള്ളൂ, നിങ്ങൾ സ്നേഹത്തോട് കൂടിയിട്ട് എന്താക്കുക അങ്ങോട്ട്. നമുക്കിപ്പോൾ ഒരു വിദ്വേഷം ഉണ്ടെങ്കിൽ നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ച് നോക്കി, അത് അലിഞ്ഞു പോകും. ഞാൻ ഇതാണ്, നമ്മളിപ്പോൾ ഒരാൾ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ കെട്ടിപ്പിടിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഈ നന്മമരം എന്നുള്ള പ്രയോഗത്തെ ഇഷ്ടപ്പെടുന്നില്ല? ഇല്ല, തീരെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ടാഗ് ലൈൻ ആക്കിയിട്ട് ഇത് പോരുത്. നമ്മൾ എന്താണ്, ആരാണ് അങ്ങനെ ഒരു ടാഗ് ലൈൻ? ഒരു ടാഗ് ലൈനും പറ്റില്ല. ഒരു ടാഗ് ലൈൻ മനാഫ് തന്നെ. അതേമാതിരി തന്നെ സാറ് തന്നെ. സാറ് ഇതേമാതിരി എന്താണ്, നമുക്ക് രംഗത്തേക്ക് ഇറങ്ങി നോക്കാന്നേ. നമുക്ക് അതിനുള്ള നമ്മളെ വീട് എന്തായാലും പട്ടിണിയല്ല. നമുക്ക് കുറച്ച് നേരം സമൂഹത്തിനും വേണ്ടി കൊടുത്ത് വിചാരിച്ചിട്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ പറയുന്നത് ഓരോരുത്തരും 30 ദിവസം മാസത്തിലുണ്ടെങ്കിൽ ഒരു 2 ദിവസം സമൂഹത്തിന് കൊടുക്കി, ഒരു വളണ്ടറി വർക്ക് ചെയ്ത് നോക്കി. ഇപ്പം ആ ഒരു രക്ഷാദൗത്യത്തിൻ്റെ 72 ദിവസം പൂർണ്ണമായും ശിരൂരിലായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം ലാഭമല്ലല്ലോ. അതുപോലെ അങ്ങനൊരു തുടർ പ്രവർത്തനത്തിലേക്ക് പൂർണ്ണമായിട്ട് ഞാൻ ശിരൂരിലാണെന്ന് ഇല്ല, ഞാൻ പല സ്ഥലത്തും ഇതായി. പക്ഷെ പൂർണ്ണമായിട്ടും ഞാൻ ശിരൂരിൻ്റെ കാര്യത്തിലായിരുന്നു. ഞാൻ എൻ്റെ വീടോ എൻ്റെ കുടുംബമോ എൻ്റെ മക്കളോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ കച്ചവടത്തിന് പോയിട്ടില്ല. ഇപ്പം ഞാൻ ഓരോ പ്രശ്നങ്ങളിലും ഇതിലുമൊക്കെ അനാവശ്യമായ ഓരോ ഇതിലായിട്ട് വറീഡാണ്. ഈ കച്ചവട മനാഫിന് സ്വന്തമായ ലാഭം. അതെ, എനിക്ക് ഇനി തിരിച്ച് നോർമൽ ലൈഫിലേക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് ഫാമിലി ഉണ്ട്. ഞാനൊരു ഈ ഒരു ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല സത്യത്തിൽ. ഇന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്, ഓരോടൊക്കെ താങ്ക് യു. പക്ഷേ എനിക്ക് ആകെ ഒരു ഫോൺ നമ്പറേ ഉള്ളൂ. ആ ഫോൺ നമ്പറിൽ എനിക്ക് ഒരു ദിവസം 500-ൽ കൂടുതൽ ഫോൺ വരുന്നുണ്ട്. ഞാൻ ആ ഫോണിൽ സത്യത്തിൽ സ്നേഹമുള്ള മനുഷ്യന്മാരാണ് പൂർണ്ണമായിട്ടുള്ളത്. കരയാണ് ആളുകൾ. പക്ഷെ അത് എനിക്ക് പല പ്രയാസങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അതിൽ തിരയുന്നത് എൻ്റെ അന്നാണ്. എനിക്ക് ഏതെങ്കിലും പണിത്തരത്തിൻ്റെ മരത്തിൻ്റെ ഓർഡർ വരുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഇത് രണ്ടും കൂടി മിക്സ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഫോണ് എടുക്കേണ്ടതുകൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഉള്ള ഈ കോളുകളും എങ്ങനെയാണ് കാണുന്നതിന് അതൊക്കെ ഞാൻ ഓരോക്കെ ബഹുമാനിക്കണ്ടേ. ഓരോ നാട്ടിൽ നിന്ന് എവിടുന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഈ നമ്പർ കണ്ടുപിടിക്കുന്നത് ആളുകളെ ബുദ്ധി. മലയാളികളായതുകൊണ്ട് അതിന് പറയണ്ടല്ലോ, പല രൂപത്തിലാണ് കണ്ടുപിടിക്കുന്നത്. നമ്പർ ചോദിക്കുന്നുണ്ട്. അത് ഏത് രൂപത്തിലെന്ന് ഇനി പറയാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് പക്ഷെ എന്താണ്, ഞാനിങ്ങനെ ഓരോ സ്നേഹമാണ് അവർ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. ഞാൻ തിരിച്ച് ഓരോ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. എനിക്ക് അമ്മമാരെ ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഓരോ സംസാരവും ചിലർ കരയുമ്പോൾ എന്താണ് ഫോൺ വെക്കാൻ തോന്നൂല, കുറച്ച് നേരം സംസാരിക്കുന്നത്. പക്ഷെ ചില ആളുകൾക്ക് ഞാൻ പല പ്രയാസത്തിൽ നിൽക്കുമ്പോഴും ഓരോട് സംസാരിക്കണം നിർബന്ധമുണ്ട്. അപ്പം പല ആളുകൾ ഈ ആദരവുകൾ തരാൻ വേണ്ടിയുള്ള കോളുകൾ ഇപ്പോഴും വരുന്നു. ആദരവുകൾ ഞാൻ കുറെ എടുക്കില്ല. ആദരവുകളല്ല, ഇന്നെപ്പോലത്തെ ഒരു സാധാരണക്കാരന് പറയാനൊരു വേദി കിട്ടുകയാണ്. ഇന്നെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എനിക്ക് പരിചയമുള്ളവരുണ്ട്. ഒരു വേദി കിട്ടാത്തതിനോണ്ടാണ്. അല്ലെങ്കിൽ ഒരുപാട് കാര്യം ഓരോ മനസ്സിലുണ്ട്. എൻ്റെ മനസ്സിലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. തൽക്കാലം ഇപ്പം എനിക്കൊരു വേദി കിട്ടി, ദയവായിട്ട് കൊണ്ടുപോയി തന്ന ഒരിതാണ്. ഞാൻ അർജുനെ ഉയർത്തിയെന്നോ ഒരിക്കലും ഇല്ല കേട്ടോ. ഇത് ഏതെന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ ചില തെറ്റിദ്ധാരണകളാണ്. അതിപ്പോൾ അർജുൻ ഇവിടുത്തെ ഏതോ അറിയപ്പെടുന്ന ആളുമല്ല, മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി ഏതോ അറിയപ്പെടുന്ന ആളല്ല. ഇതെന്തൊക്കെയോ സംഭവിച്ചായി. ഇത് നിങ്ങളൊരു സൗഹൃദമായിട്ട് കാണണം, ഒരു സഹോദരിയായിട്ട് കാണണം. പകരം ഒരു സംഭവം ഉണ്ടായി, അർജുൻ എന്ന് പറഞ്ഞ ഒരാളെ കാണാതായി. അതിന് മുന്നിട്ട് ഇറങ്ങാൻ അവൻ്റെ ഫാമിലിയും ഉണ്ടായിന്, നമ്മളും ഉണ്ടായിന്, എല്ലാവരും ഉണ്ടായിന്. ഫാമിലിൻ്റെ കർത്തവ്യമാണ് അത് ആ ഒരു ഫാമിലി ചെയ്യണം. അത് വൃത്തിയായിട്ട് ചെയ്തിക്കണം കേട്ടോ. അതിലെല്ലാവരും ജിതിൻ ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. അവരെ കടമയാണ് അവർ ചെയ്ത്. എൻ്റെ കടമ എന്നല്ലെങ്കിലും ഞാൻ ആ കടമ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിനോട് ഞാൻ അത് എന്താണ്, അതെ ഞാൻ ആ കടമക്കും വേണ്ടിയിട്ട് ഒരു പ്രാന്തനെ പോലെ ആയിപ്പോയി എന്നുള്ളതാണ്. എൻ്റെ സുഹൃത്തുക്കൾ വരെ ചോദിച്ചിരിക്കണ്, ഇനി മറ്റേ നികുതി അടച്ച റെസീറ്റൊക്കെ എത്രണ്ണം കരുതണമെന്ന്.
ഇപ്പൊ ഒരു കേസ് ഉണ്ടെന്ന് പറയുന്നില്ലേ? ഒരിടത്ത് വെച്ചിട്ടുണ്ടാവും നികുതി അടിച്ച കടലാസ്. കേസ് അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. കേസിനെ കുറിച്ച് അറിഞ്ഞില്ല. ഇല്ല, ഞാൻ ഈ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ആരല്ല എന്നുള്ള അവസ്ഥയിൽ എത്തിക്കുന്നു. ഞാൻ ഈ സൈബർ ഇടങ്ങളിലുള്ള ഒരു ഭാഗത്ത് ആക്രമണമാകുമ്പോൾ ഒരു ഭാഗത്ത് പ്രശംസയാണ്. ഈ ആക്രമണങ്ങൾ എങ്ങനെയാണ്? ഞാൻ രണ്ടിനെയും ഒരേ മാതിരിയാണ് കാണുന്നത്. ഇന്ന് പ്രശംസിച്ചോളി, നാളെ ചിലപ്പോൾ തള്ളി പറഞ്ഞോന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ തള്ളി പറഞ്ഞ പോലെ നമ്മൾ ഒരു ദിവസം പ്രശംസിക്കാനുള്ള ഒരു വകുപ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതാ ഹീറോയിസം. ഇപ്പോൾ ഒരു ഭാഗത്ത് നന്മമരം എന്ന് പറയുന്നു, നമ്മളെ മലയാളത്തിൻ്റെ മതമൈത്രിയുടെ പ്രതീകം എന്ന് പറയുന്നു. വേറൊരു ഭാഗത്ത് ഷോ ഓഫാണ്, ഇങ്ങനെ ഒരു മുതലെടുപ്പാണ് എന്ന് പറയുന്നു. ഈ ആരോപണം ഞാൻ അതിലെന്താണ് നേടുന്നത് എന്ന് പറഞ്ഞിടണം. ഞാൻ അതിലെന്താ നേടാൻ പോകുന്നത്? എനിക്ക് അതിലെന്താ കാര്യം? ഞാൻ അതിലൂടെ നേടുന്നത് എന്താ അറിയാം? നമുക്ക് ഒരാളെ ഇപ്പൊ കിട്ടുന്ന ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ആദരവും ബഹുമാനവും അങ്ങനെയാണെങ്കിലോ? സെലിബ്രിറ്റി സ്റ്റാറ്റസ് അങ്ങനെയുള്ള എനിക്ക് സത്യത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ല. ഞാൻ അതിലൊരു ഇതാവില്ല. ഞാൻ ഒരു കാര്യം, ഒരു മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ നാട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കുറേ കാലം നല്ല ഹരത്ത് പോകണം. എൻ്റെ ഫ്രണ്ട്സുകളൊന്ന് ഇൻ്റർവ്യൂ ചെയ്ത് നോക്കണ്ടി. നമുക്ക് ഇവിടെ ആരും എന്താ പറഞ്ഞാൽ ഒരു മതം ഇല്ല. നമ്മൾ എല്ലാ മതത്തിലുള്ളവരും നമ്മൾ ഓണത്തിനോ ഓരോ വീട്ടിൽ പോയിട്ട് പെരുന്നാൾക്ക് വരും നമ്മളെവിടേക്കും. അങ്ങനെ ഇനി നമ്മളെ ചെറുപ്പകാലം മുതൽക്ക് ജീവിച്ചത്. അതൊന്നും ഒരു ഷോ ഓഫ് അല്ല, അതൊക്കെ സ്വാഭാവികമായി. ഞാനിങ്ങനെയാണ്, എൻ്റെ നാട്ടുകാർക്കറിയാം നമ്മൾ എന്താന്നുള്ളത്. അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ വ്യക്തിപരമായിട്ടൊരു നേട്ടം അതിലൂടെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും എനിക്കൊരു അഹങ്കാരമായിട്ട് തോന്നിയില്ല. ഇനി നിങ്ങൾ ഇവിടുന്ന് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് മനാഫിനെ കണ്ടു കഴിഞ്ഞാലും ഇതേമാതിരി തന്നെ ഉണ്ടോ? ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം, നമ്മൾ ആകാശം മുട്ട വളർന്നോളി, കുഴപ്പമൊന്നുമില്ല. കാല് ഭൂമിയിൽ ഉറക്കിണ്ടോ എന്ന് ഇടക്ക് നോക്കണം. ഈ ആദരവുകളിൽ നിന്ന് കിട്ടും. നേരത്തെ പറഞ്ഞു മുക്കത്ത് പോയപ്പോൾ ഒരു തുക തരാമെന്ന് പറഞ്ഞു, അത് വാങ്ങിയില്ല. ഇല്ല, അവർക്ക് വേണ്ടാത്തതിനോണ്ടാണ്. കുടുംബത്തിന് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് വേണ്ടാന്ന് ഒരു ഇന്നലെ തന്നെ പറഞ്ഞോട് കൂടിയിട്ട് പിന്നെ ആ തുക എനിക്ക് വേണ്ട. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ നാട്ടിൽ എത്രേ പാവപ്പെട്ടവരും ഇതുണ്ട്. ആവശ്യമില്ലാത്തവന് ഞാൻ ഇതിലൊരു പാഠം പഠിച്ചത്, ആവശ്യമില്ലാത്ത ആൾക്ക് ഉപകാരം ചെയ്യാൻ പോരുത്. വിശക്കണ ആളെ നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ നല്ലതാണ്. വീണ്ടും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മൂന്നാമത് ഭക്ഷണം കൊടുത്താൽ ഒരു ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ഞാനത് മനസ്സിലാക്കി. അവർക്കത് ഇഷ്ടപ്പെട്ടില്ലേനു. ഞാൻ അതിന് മാപ്പ് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയില്ലേനു. ഇന്ന ഇഷ്ടമല്ലെങ്കിൽ നമ്മളവിടെ നിൽക്കരുത്. ഇനി ദയവ് ചെയ്ത് ഒരാൾ പോലും, ഞാൻ ഇപ്പോഴും മീഡിയയിൽ വന്നിട്ട് പറയാണ്, ഒരാൾ പോലും ഒരു ബാഡ് കമന്റ് ഇട്ടിട്ട് അവരെ വേദനിപ്പിക്കേണ്ട. കഴിഞ്ഞു. നമുക്കത് നമ്മൾ കൃത്യമായ സമയത്ത് മാറി നിന്നില്ല അങ്ങനെ തോന്നിയോ? വേണ്ട സമയത്ത് അല്ല, ഒരെക്കാട്ടിയും സീനിയർ ഞാനാണ്. ഒരൊക്കെ എൻ്റെ അനിയത്തികളാണ്. എനിക്കൊരു ഘട്ടത്തിൽ പോലും മാറി നിൽക്കണം എന്ന് തോന്നിയിട്ടില്ല. മാറി നിന്നാൽ അത് ശരിയാവില്ല. ഞാൻ ഇല്ലാത്ത ഘട്ടത്തിൽ ആദ്യത്തെ 3 ദിവസം ഒരേ ഉള്ളതിന് ഓരെ കൊണ്ട് ഒന്നും നടക്കൂല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ രംഗത്തിറങ്ങിയത്. എൻ്റെ ബ്രദറിനോട് ചോദിച്ചാൽ മതി. ഓരെ കൊണ്ട് ഒന്നും കഴിയൂലേനു. മീൻസ് ഓരോരുത്തർക്കും ഓരോ ശക്തിയുണ്ട്. അതായത് ഞാൻ വാങ്ങിയ അടിയും അവരെ അടിക്കാതെ നിൽക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയണമാതിരി ശ്രമിച്ചിട്ടാണ് ഇതാവണത്. പിന്നെ ഞാനൊരു വിഷയത്തിൽ നന്ദി പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല അത് ചെയ്തു. എനിക്ക് ഒരു ഫാമിലിൻ്റെ അടുത്തുനിന്ന്, അതായത് ഞാൻ എൻ്റെ ഒരു സഹോദരന് ചെയ്തതിൽ എന്ത് നന്ദി നോക്കാനാ? എനിക്ക് അതും ആവശ്യമില്ല. അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. പക്ഷെ ഈ ആക്രമണങ്ങൾ ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു. എന്നെ ആക്രമിച്ച സമയത്ത് അതിന്റെ ഫാമിലി ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അതിപ്പോ എന്തുകൊണ്ട് ഞങ്ങൾ ഈ സാധാരണ പ്രേക്ഷകർ എന്ന രീതിയിൽ അല്ലെങ്കിൽ കാഴ്ചക്കാരെന്ന രീതിയിൽ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഇത് എന്ത് പറ്റി? അതെ, അതങ്ങനെ വെറുതെ അതെ, ഞാൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴും അതന്നെ ആഗ്രഹിക്കുന്നത്. അവരിങ്ങനെ എത്ര തള്ളി പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും തള്ളി പറയരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ ആരൊക്കെ വരുത്തിയതാണ്. അതിപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഈ ഫാമിലിയിൽ, ഏത് ഫാമിലിയിലും സഹോദരങ്ങൾ തമ്മിൽ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പിണങ്ങൂലേ. ആ ഒരു യൂട്യൂബ് ചാനൽ വലിയ പ്രശ്നമായി തോന്നിപ്പോയത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തോന്നില്ല. ഞാൻ ഒരിക്കലും എൻ്റെ സേഫ്റ്റി തന്നെയാണ് ആ യൂട്യൂബ് ചാനൽ. ഞാൻ അതിലാകെ എത്ര ഉണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ കൂടി എന്താ പറഞ്ഞാൽ ലോറി ഉടമ്പ മനാഫ് എന്ന് പറഞ്ഞ ചാനൽ മൊത്തം എന്തായി, ചിലപ്പോൾ റെക്കോർഡ് അയക്കും.
കഴിഞ്ഞ ഇന്നലെ മുതൽക്ക് ഇങ്ങോട്ടേക്ക് ഒറ്റ ദിവസം കൊണ്ടാണ്? ഒറ്റ ദിവസം കൊണ്ട് 2.5 ലക്ഷത്തിന്റെ മുകളിലായി. പക്ഷെ വെറും 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ പേരിൽ അതെ പഴി കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത്. അതെ ഒരു എന്താ, ഞാൻ ആ യൂട്യൂബ് ചാനലിൽ എനിക്കൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് അത് ഒരു ക്വാളിറ്റിയും ഇല്ല. നമുക്ക് എന്തൊക്കെയോ പറയണം, അത് കേൾക്കാൻ ഇഷ്ടമുള്ളവര് അത് കേട്ട് അതവിടുത്തെ രംഗങ്ങൾ ഞാനത് അർജുൻ്റെ വീട്ടിൽ എത്തിച്ചോട് കൂടിയിട്ട് ഞാൻ പിന്നെ അതിലൊന്നും ഇട്ടിട്ടില്ല. അത് ഒഴിവാക്കാൻ വിചാരിച്ചാണ്. ഒന്നെങ്കിൽ ഒഴിവാക്കുക, ഞാൻ അതിൽ തന്നെ പറയുന്നത്, ഒന്നെങ്കിലും ഒഴിവാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും താല്പര്യമുള്ള യങ്സ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ഒരു ബ്ലോഗർ ആവണമെന്ന് ആഗ്രഹമുള്ളവര്, പക്ഷെ അതിന്റെ എന്തെങ്കിലും സാമ്പത്തികം വരുന്നത് ചാരിറ്റി പ്രവർത്തനം കൊടുക്കണം, ചാരിറ്റി കൊടുക്കണം എന്നുള്ളതാണ് അല്ലേ? ചാരിറ്റി കൊടുക്കണം. ഇപ്പൊ പക്ഷെ അത് വലിയൊരു അത് ഇനി അത് എന്ത് ചെയ്യണം എന്നുള്ളത് മാനേജ് ചെയ്യാൻ അതിനൊരു ക്വാളിറ്റി ഉള്ള ഒരു പത്രപ്രവർത്തകൻ ഇല്ലല്ലോ നമ്മള്. നിങ്ങളെ പോലത്തെ ഏതെങ്കിലും ഒരാളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഇതാക്കേണ്ടി വരും. അല്ലാതെ വേറെ ഇപ്പം അങ്ങോട്ട് മുന്നോട്ട് അത് എനിക്കറിയില്ല. ഇപ്പം അത് ഒരു പ്രതിഷേധമായിട്ടാണ് എനിക്ക് തോന്നിയത്. മലയാളികളുടെ ആ ഒരു പ്രതിഷേധമായിട്ടാണ് ഇപ്പം എന്താ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ പണം കിട്ടണ എന്ന് പറഞ്ഞ ഒരു പറയുന്നത് യൂട്യൂബിൽ നിന്ന്, അതിനെന്തോ പറയുമല്ലോ മോണിറ്റൈസ്, അതുപോലും ചെയ്തിട്ടില്ല അതിനെ. നമ്മളതിൻ്റെ ഒരു ഇങ്ങനെ ഒരു തമാശ ഒരു മീൻസ് അതില് 10-15 വീഡിയോസ് ഉള്ളൂ അല്ലേ? സില്ലി കാര്യങ്ങളെ അത് ആരൊക്കെ ചെയ്ത വീഡിയോസ് ഓര് ഞമ്മക്ക് തരും, നിങ്ങളും എടുത്തോളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. അതിൽ നോക്കിയാൽ മനസ്സിലാവും. പല യൂട്യൂബേഴ്സിൻ്റെ ഞാൻ ചോദിക്കും, എൻ്റെ എടുത്തതല്ലേ, എനിക്ക് അതിൻ്റെ ഒരു ഇത് വരും, എൻ്റെ ഇടാനാണ്, അറിയാനാണ്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ യൂട്യൂബ് ചാനൽ അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനാണ് എനിക്ക് അതിനെ പറ്റി യൂട്യൂബിനെ പറ്റിയിട്ട് കൂടുതലല്ല. എനിക്ക് ആകെ അറിയണത് അതിന് കയറുക, ലൈവ് ഇടുക, അതറിയാം. നമ്മളൊക്കെ ഇപ്പോൾ മലയാളികളൊക്കെ ആഗ്രഹിക്കുന്ന സംഭവമാണ്, ഇത്ര ദിവസം നിൽക്കുമ്പോൾ മതി, നിർത്തി പോരാന്നൊരു ഘട്ടത്തിൽ. അങ്ങനെ ആര് പറഞ്ഞാൽ അവരോട് ഞാൻ തെറ്റും, എന്നോട് പറയരുത്. ഞാൻ എൻ്റെ വൈഫിനൊക്കെ ഞാൻ സമ്മതിച്ചു വയ്ക്കണേ, എത്ര പ്രാവശ്യം ആ ചീത്ത കേൾക്കുക, പേടിച്ചിട്ടാണ്. എന്നാൽ ഇപ്പോൾ ആ കാർവാർ SP അവിടെ കേസ് എടുത്തുകയെന്ന് പറഞ്ഞു, ഈശ്വർ മൽപ്പയ്ക്കെതിരെ, എനിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇനിയും റെഡിയാണ്. അയാളുടെ മുന്നേ പറഞ്ഞ നമ്മളോട് നിർത്തി പോരൂന്ന് പറയുന്നതല്ലാണ്ട് നിർത്തണം എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. എവിടെ അവിടെ ആ വിഷയത്തിൽ അവനെ തെരഞ്ഞെടുക്കാതെ ഒരിക്കലും ആരോ ഉള്ളെന്ന് പറയണ്ടതിന് എന്താ. പിന്നെ ദേഷ്യം വരെ എന്താ, ഞാൻ നിർത്തുക അറിയുമ്പോൾ എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് മുന്നുള്ള ആൾ വിചാരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ദേഷ്യം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നു? ഇഷ്ടമാതിരി ആൾക്കാർ പറഞ്ഞു. ആരൊക്കെ? കുറെ ആളുകൾ പറഞ്ഞു. ആ ആളുകളെ ഒക്കെ എൻ്റെ സ്വന്തം. അപ്പൊ ഇത്രയും ആളുകൾ പറഞ്ഞിട്ടും നിർത്താതിരിക്കാനുള്ള എനർജി എന്തായിരുന്നു? ഞാൻ നിങ്ങളെ മാധ്യമത്തിലൂടെ ഒരു കാര്യം പറയട്ടെ. എനിക്കൊരാളൊരു കവിത അയച്ചിരുന്നു. ആ കവിത ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ ഞാൻ അയച്ചു തരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു US തോന്നുന്നത്, ലക്ഷ്മി അങ്ങനെ എന്തോ ആണ് പേര് ഒരെന്നോട് സംസാരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ അവിടെ ഉള്ള സമയത്ത് ഗംഗാവലിപ്പുഴയോടായി ഞാൻ ശത്രുത വെച്ചിരുന്നത്. ഒരു കുറച്ച് സമയം കഴിഞ്ഞ മുന്നൊരു ശത്രു എപ്പോഴും വേണം. അത് തൊട്ടടുത്തുള്ള അയൽവാസിയോ അല്ലെങ്കിൽ കടക്കാരനോ ആവരുത്. നമ്മളൊരു ലക്ഷ്യത്തിന് നമ്മൾ ശത്രുവായിട്ട് കാണണം. എനിക്കൊരു ശത്രുവിനെ അവിടെ കിട്ടാത്തതിനുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ SP-യും അവിടുത്തെ വേറെയുള്ള സംവിധാനം ഒന്നും എനിക്കൊരു ശത്രുവായിട്ട് അത്ര തോന്നിയിട്ടില്ല. അത് നമുക്ക് ഞാൻ SP ഒരു കാർവാർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജില്ലേൻ്റെ SP-യാണ്. ഞാൻ 2 സ്റ്റേറ്റിൻ്റെ SP-യാണ്. ഞാനായിക്കോട്ടെ, ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂപ്പരൊക്കെ നമുക്ക് വലിയ കൊണ്ടുപോകും, അടിക്കും, കൊല്ലും, എന്ത് വേണം ചെയ്യാം. പക്ഷെ നമ്മൾ വിശ്വാസമുണ്ട്, ദൃഢനിശ്ചയം, അതാർക്കും എന്തായാലും തകർക്കാനില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ആരോട് ഒരു ശത്രുത കാണിക്കും, എനിക്ക് ഫൈറ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ ശത്രുത കാണിച്ചത് ഗംഗാവലിപ്പുഴനോട്. ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഗംഗാവലിപ്പുഴൻ്റെ സൈഡിൽ പോയിട്ട് നിന്നിട്ട് പറയും, ഗംഗാവലിപ്പുഴയെ ഇന്ന് ജയിച്ച് ഞാൻ വീണ്ടും നാളെ എന്നോട് മത്സരിക്കും. ഉള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് ഞാൻ എന്നോട് മത്സരിക്കും. വീണ്ടും പിറ്റേ ദിവസം ഞാൻ തോൽക്കും. അപ്പോൾ പറയും, ഇന്ന് വീണ്ടും ജയിച്ചു. പക്ഷെ ഞാൻ തോറ്റു തരില്ല.
അങ്ങനെ ഞാൻ 72ാമത്തെ ദിവസം ഗംഗാവലിപ്പുഴനോട് പറഞ്ഞു, ഇനി പെർമനൻ്റ് ആയിട്ട് ഈ തോറ്റു. ഞാനും ഗംഗാവലിപ്പുഴയും തമ്മിലൊരു ഫൈറ്റ് ചെയ്യുന്നു. എൻ്റെ വാശി ഞാൻ അവസാനം വിജയിച്ചു. ഈ ഫൈറ്റിനിടയിൽ ആരൊക്കെയാണ് സഹായിച്ചത്? ഒരുപാട് ആൾക്കാർ, ഒരിക്കലും ഓരോന്നും ഞാൻ മറക്കൂല. ആ ഗംഗാവലിപ്പുഴൻ്റെ അടിയിൽ എനിക്ക് വെല്ലുവിളിക്കാനേ കഴിയുള്ളൂ. ആ വെല്ലുവിളിൻ്റെ പിന്നിലുള്ള എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഈശ്വർ മൽപ്പ പോലത്തെ, രഞ്ജിത്ത് ഇസ്രായേലായിക്കോട്ടെ, പിന്നെ കുറേ റെസ്ക്യൂ പ്രവർത്തകർ, പിന്നെ ഒരു ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു പറ്റാൻ സംവിധാനം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ആ രേവന്ത് ബാബുവിനെ വരെ നമ്മൾ ഉൾപ്പെടുത്തും. ആരെങ്കിലും സാമ്പത്തിക സഹായം ഓഫർ ചെയ്തു? ഈ സഹായം അവിടെ നിൽക്കാൻ മൊത്തം കേരളം പറഞ്ഞതാ. മനാഫ്ക എനിക്ക് ഇപ്പോൾ വിവാദത്തിൽ പോകില്ല, എന്നാലും ഇതിൻ്റെ കാര്യത്തിലേക്ക് വരാം. മനാഫ്ക മൊത്തം കർണാടകയ്ക്ക് എത്ര ചിലവായത് ഞാൻ ഒരു കമൻറ്റ് കണ്ടിരുന്നു, കേരള അയച്ചു തരുമെന്ന്. എനിക്ക് എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരൊറ്റ ഷോർട്ട് വീഡിയോ, എനിക്ക് പണം ആവശ്യമുണ്ട്, എൻ്റെ പ്രയാസങ്ങളുണ്ട്, മനാഫാണ് പറയുന്നത്, ഇതാണ് ഗൂഗിൾ പേ നമ്പർ എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 50 കോടിയെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ വന്നു പോകും. കാരണം ഇന്നെ അത്രമാത്രം ആളുകൾ ആ വിഷയത്തിൽ സഹായിക്കാൻ തയ്യാറായി, സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. സഹായിക്കണം എന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു പണപ്പിരിവ് നടത്തിയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ഒരു ആവശ്യം ഇല്ല. ഞാൻ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം ചെയ്യാൻ നിൽക്കില്ല. പറയുന്ന പോലെ ഈ ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, ആക്ഷൻ കമ്മിറ്റിയാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ വിവാദമായിരിക്കുന്നത്. അത് മനാഫിന്റെ അറിവോടുകൂടി തുടങ്ങിയ ആക്ഷൻ കമ്മിറ്റി തന്നെ. നൗഷാദ് തെക്കയിലും വിനോദ് മേക്കോലും ആവശ്യം വരും. അതായത് ഏത് സംവിധാനത്തിനോടാ കളിക്കുന്നതെന്നുള്ളത് ഉത്തമ ബോധം എനിക്കുണ്ട്. ഞാനൊരു വലിയൊരു സംവിധാനത്തിനോടാണ് കളിക്കുന്നത്, അതിൽ ഒരു സ്റ്റേറ്റ് വിടും അങ്ങനെ. അപ്പം എനിക്ക് എൻ്റെതായ എന്താ പറഞ്ഞാൽ ഏത് മാർഗമാണ് ഞാനത് സ്വീകരിക്കും. ഈ മാർഗങ്ങളൊക്കെ പ്രഷർ ചെയ്തിക്കണ്, ഹൈക്കോടതിയിലെ കേസ് അടക്കം. അല്ലാതെ സ്വയം ഇഷ്ടപ്രകാരമാണെങ്കിൽ 72 ദിവസം കൊണ്ട് അല്ലല്ലോ, അതിൻ്റെ മുമ്പേ ചെയ്ത് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇവരൊക്കെ ഞാനൊരു വിവാദത്തിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഓരോ അതെ, നമ്മളിത് എന്താ പറഞ്ഞാല് ഒരു അർജുന്റെ ഫാമിലി അല്ല, അർജുന്റെ ഫാമിലി എൻ്റെ ഫാമിലി. ഞാൻ പറയുന്നത് പുറമേ ഉള്ള ആളുകൾ, ഇതിൽ കളിക്കുന്ന ആളുകൾ എന്റെ വായ തുറപ്പിക്കാതെ നിൽക്കണതാണ് ഒരു ഏറ്റവും നല്ലത്. മിണ്ടാതെ പോയ വിവാദങ്ങൾ ഉണ്ടാവുകയല്ലോ. കേരളം വളരെ കേരളത്തിന്റെ ഒരു മാതൃക ലോകത്തിന്. നമ്മളിതെന്താ ഒരു പാവപ്പെട്ടവന്, ഒരു സാധാരണക്കാരൻ തുടങ്ങിയ ഒരു സമരം, കുറെ ഒരു പറ്റം സാധാരണക്കാരായ ഈശ്വർ മൽപ്പ, അങ്ങനെയുള്ള പല ആൾക്കാർ, രഞ്ജിത്ത്, അങ്ങനെ ഒരു കൃഷ്ണദാസിൻ്റെ കൂടെ രാവും പകലും കൂടെ നടന്ന ആളുകളാണ്. പിന്നെ എൻ്റെ കുടുംബം, അൽഫു, ബാബുക്ക, അങ്ങനെ കുറേ ആളുകൾ തുടങ്ങിയ, പിന്നെ ഈ ആക്ഷൻ കമ്മിറ്റിൻ്റെ ആൾക്കാർ, നൗഷാദ് തെക്കയിൽ, വിനോദ് മേക്കോത്ത്, മനോജ് പാറാണ്ടി, ഇങ്ങനെ ഇവരൊക്കെ പേരെന്നെ എടുത്ത് പറയണോ, സുരേഷ് ഏട്ടൻ, പാളയം സുരേഷ് ഏട്ടൻ, ഇങ്ങനെ സാധാരണക്കാരായി ഇവരൊക്കെ. ഈ ഒരു സാധാരണക്കാരെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് വളരും എന്നുള്ളത് കൊണ്ടാണ് പേടി. ഭരണകൂടങ്ങൾക്ക് ഇത് വളർന്ന് വലുതായി പോവും പെട്ടെന്ന്. അർജുൻ്റെ കുടുംബം അല്ലാതെ നിങ്ങളെ പേടിക്കുന്ന വേറെ ആരും ഉണ്ട്? അർജുൻ്റെ കുടുംബം നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ ഫാമിലി അല്ലേ, അതല്ലാതെ പല ആളുകളും ഉണ്ട്. അത് ഈ ആളുകളിലേക്കൊന്നും നമ്മൾ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനിയും ഞാൻ സൈബർ അറ്റാക്ക് വേറെന്താ ഭരണകൂടത്തിൻ്റെ അറ്റാക്കുകൾ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ കൈയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരിടാനും തയ്യാറാണ്. അതൊന്നും കുഴപ്പമുള്ള കേസല്ല. പിന്നെ എനിക്കൊരു ഇപ്പോൾ കഴിയാറായി, നമുക്ക് അവസാനിപ്പിക്കാം. ഇത് അവസാനിപ്പിക്കുമ്പോഴേ അർജുൻ്റെ കുടുംബത്തിനെതിരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും മനാഫ് അത് ആഗ്രഹിക്കുന്നു ഇല്ല? തീർച്ചയായിട്ടും. ഒരിക്കലും നിങ്ങളാരും എന്താ പറഞ്ഞത് പറയരുത്. ഞാൻ ഒരു സൈബർ ഇടത്തിൽ, ഒരു പൊതു ഇടത്തിൽ അപമാനിതരാക്കുന്നതിൽ ഞാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. അവരിന്നെ എന്ത് വേണമെങ്കിൽ വിചാരിച്ചോട്ടെ. നമ്മളെ കേരള സമൂഹം ഒന്നും ഒരു തരത്തിലും വേദനിപ്പിക്കരുത്. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ എവിടെ വേണമെങ്കിലും താവാൻ തയ്യാറാണ്. ഇനിയിപ്പോൾ ഞാൻ അതിനും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ മാപ്പ് ചോദിക്കുന്ന ഓരോടും, ഓരോ ഫാമിലിനോടും ഈ വിഷയത്തിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായാലും. പക്ഷേ
എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു തൊഴിലാളി, അവനെ പറ്റി പറയാനുള്ള അധികാരം പോലും എനിക്കില്ല. കാരണം അതൊന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും പേരിടണം എന്ന് പറഞ്ഞു അതൊക്കെ പോയി, ഇനി വേണ്ട, ഓക്കെ നമ്മളൊക്കെ വിട്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ മനാഫ് ഒറ്റയ്ക്കല്ല, മനാഫും അർജുൻ്റെ കുടുംബം ഒക്കെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ മലയാളികളുടെ ഒരു മാതൃക ഉണ്ടാവുന്നത്. ഇടക്കാലത്തുണ്ടായ 1-2 ദിവസത്തെ ആ ഒരു വിവാദവും ഒഴിച്ചു നിർത്തിയാൽ നമ്മൾ ആ പഴയ സൗഹൃദവും പഴയ മനാഫും അർജുനും ചേർത്തുള്ള ഒരു മലയാളക്കരയാണ് നമുക്ക് ആവശ്യം. മനാഫ് ഇത്രയും നേരം നമ്മളോട് ഇരുന്നതിന് താങ്ക്സ്.